പ്രേക്ഷകരെ, മാലാഖമാരല്ല മനുഷ്യർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം തൊഴിലാളികൾ, നഴ്സിംഗ് തൊഴിലാളികൾ രംഗത്ത് വന്നിരിക്കുന്നത്. വലിയ സമരവുമായി, അടിസ്ഥാന ശമ്പളവുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്കാണ്. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. UNAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് ആരംഭിച്ചു. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്ന് സേവനമുള്ളത്. 7 വർഷമായിട്ട് ഈ മേഖല ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല. 2016 സുപ്രീം കോടതിയും 2016 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയും പറഞ്ഞതാണ് 40,000 രൂപ. അതായത് ദിവസ വേതനം 1333 രൂപ. ആ ശമ്പളത്തിന് വേണ്ടിയാണ് 10 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ തെരുവിലിറങ്ങുന്നത്. 2018 മുതൽ 2026 വരെ ആശുപത്രി ചികിത്സാ ഫീസ് 300% വർദ്ധിച്ചു. ആയിരക്കണക്കിന് കോടി അവർ നിക്ഷേപിക്കുന്നത്. എന്നിട്ട് പോലും അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾക്ക് ഇന്നും 20,000 രൂപ അടിസ്ഥാന ശമ്പളമാണ്. മാത്രമല്ല ട്രെയിനി കുട്ടികൾ, ഫ്രഷ് ആയിട്ട് കയറുന്ന കുട്ടികൾക്ക് 10,000 രൂപയാണ് ഇന്നും ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിലൊക്കെ കാലോചിതമായ മാറ്റം വരുത്തണം എന്നുള്ളത് ഞങ്ങളുടെ ശക്തമായ ആവശ്യമാണ്. അത് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഇവിടെ തുടരും. ന്യായമായ ആവശ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മണിക്കൂർ കണക്കിന് മാത്രം ജോലി ചെയ്യുന്നവരല്ല സംസ്ഥാനത്തെ നഴ്സിംഗ് മേഖലയിലെ തൊഴിലാളികൾ. അവർക്ക് അടിസ്ഥാന ശമ്പളം ഉണ്ടാക്കുക, മാനാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ശമ്പളം ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ തൊഴിൽ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അവന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അഭിമാനമുണ്ടാക്കുന്ന ശമ്പളം ലഭിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. TV പ്രസാദും ആർ റോഷിപാലും ഹരിമോഹനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. പ്രസാദ്, ഇന്നലെ നമ്മൾ ലൈവത്തോടിലൂടുകൂടി അവരുടെ ജീവിതത്തിന്റെ വിഷമതകളെയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഓരോരുത്തർക്കും പറയാൻ ഓരോ സങ്കട കഥകളുണ്ടായിരുന്നു. ലോൺ എടുത്ത് പഠിച്ചവരുണ്ട്, അത് വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, കുടുംബത്തെ താങ്ങി നിർത്താൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ അവരുടേതായ പ്രശ്നങ്ങൾ പ്രേക്ഷകരോട് തുറന്നു പറഞ്ഞതാണ്. ഇന്ന് ആ പ്രശ്നങ്ങളുടെ യാഥാർത്ഥ്യത്തെ ബോധിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പങ്കാളിത്തമാണ് സമരങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഉറപ്പായും മാധു സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് നമ്മുടെ നഴ്സുമാർ. അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ അവർക്ക് സമയം നോക്കാതെ ജോലി ചെയ്തിട്ടും 12, 14, 16 മണിക്കൂർ ജോലി ചെയ്തിട്ടും 20,000 രൂപ പോലും ശമ്പളം കിട്ടാത്ത നിരവധി പേർ ഇക്കൂട്ടത്തിലുണ്ട്. അവരാണ് ന്യായമായ ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത്. നേരത്തെ കേരളത്തിന്റെ തെരുവുകൾ ഇവരുടെ സമരങ്ങൾ അപരിചിതമല്ല. നിരവധിയായ സമരങ്ങൾ നടത്തി പരിചയമുള്ളവരാണ് ഇവരെല്ലാവരും. പക്ഷേ സമരം നടത്തി പോകുന്നതിന് പിന്നാലെ മാനേജ്മെന്റും സർക്കാരും ഇവരെ കൈയൊഴിയുന്ന സമീപനമാണ് കഴിഞ്ഞ എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് പറ്റില്ല എന്ന അതിശക്തമായ നിലപാടാണ് നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയിരക്കണക്കിന് നഴ്സുമാരാണ് തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തുന്നത്. സംഘടനാ നേതൃത്വം പറയുന്നത് 50,000-ലേറെ നഴ്സുമാർ വരുമെന്നാണ്. നേരത്തെ രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ തടിച്ചുകൂടിയ നഴ്സുമാരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ പരിസരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിയമസഭയോട് ചേർന്നുള്ള ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഇവരെല്ലാവരും സംഘടിച്ചത്. അവിടെ നിന്ന് പ്ലക്കാർഡും കൊടികളും തൊപ്പികളുമായി ഇവർ ഇങ്ങോട്ടേക്ക് പോകുന്നു. ജാസ്മിൻ, ഈ സമരം നിങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണല്ലേ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചിടത്തോളം 7 വർഷമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. ഇത്രയും കാലം ഞങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിക്കുകയാണ്. യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു ബാധ്യതയും വരാത്ത കാര്യമാണ് സ്വകാര്യ ആശുപത്രി ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇത് പരിപൂർണ്ണമായിട്ടും നൽകേണ്ടത് സ്വകാര്യ ആശുപത്രികളാണ്. സ്വകാര്യ ആശുപത്രികളുടെ സർക്കാർ ഉത്തരവ് ഇറക്കിയാൽ തരാമെന്നാണ് പറയുന്നത്. ഇതിവർ തമ്മിലുള്ള അന്തർധാരയാണ്. പലപ്പോഴും ഫെബ്രുവരി 21 ഞങ്ങൾ ശക്തമായ സമരം സൂചന പടപെടും. ഇന്ന് ഞങ്ങൾ അത്യാവശ്യ വിഭാഗം മാത്രം ആൾക്കാർ കൊടുത്തു. അടുത്ത ദിവസങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് നമ്മൾ കരുതുന്നത് ഇന്നത്തെ സമരം നടത്തി നിങ്ങളെല്ലാവരും തിരിച്ച് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ്. മറിച്ചൊരു തീരുമാനം ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളിവിടെ വന്ന ഓരോ നഴ്സിനും അവരെല്ലാം ഒരാഴ്ചക്കുള്ള ഡ്രസ്സുമായിട്ടാണ് വന്നത്. എല്ലാ തയ്യാറെടുപ്പുകളായിട്ടാണ് വന്നത്. ഞങ്ങൾ തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് പോലും ഇന്ന് വൈകുന്നേരമാണ് തീരുമാനിക്കുക. സർക്കാർ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഏറ്റവും സുശക്തമായ പ്രക്ഷോഭമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. മാധു സംസാരിച്ചത് പറഞ്ഞതുപോലെ എന്ത് ശക്തമായ സമരം അവർക്ക് നേരിടേണ്ടി വന്നാലും അതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഓരോ നഴ്സുമാരും പറയുന്നത്. രാവിലെ മുതൽ തന്നെ കാസർഗോഡ് മുതലുള്ള നഴ്സുമാർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. പ്രത്യേകം വാഹനങ്ങളിലാണ് ഇവരെല്ലാവരും എത്തിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2023 തന്നെ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ തീരുമാനം നടപ്പിലാക്കുന്നില്ല എന്ന ഗുരുതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മണിക്കൂറുകളോളം പണിയെടുത്തിട്ടും ഇവർക്ക് മിനിമം വേതനം പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാനേജ്മെന്റ് പോകുന്നു. അത് നടപ്പിലാക്കാൻ
സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം. ഈ സമയം അതേറെ പ്രധാനപ്പെട്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വെറും 10 ദിവസം മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ നടക്കുന്ന സമരം അതിശക്തമായ സമരമാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു ശക്തമായ സമരത്തിലേക്ക് പോകുന്നത്? ഞങ്ങൾക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപ വേണം. ഞങ്ങളുടെ ന്യായമായ അവകാശം. ഞങ്ങള് വെള്ളം പോലും അല്ലാതെ മറ്റു വഴിയില്ല അല്ലേ? ഇല്ല. കിട്ടുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അവകാശം നേടിയെടുത്തേ തിരിച്ചു പോകുന്നുള്ളൂ. അതെ. ഏത് ജില്ലയെന്നാ? പത്തനംതിട്ട. മാധവി കേട്ടതുപോലെ തിരുവനന്തപുരം കൂടാതെ കൊല്ലം, പത്തനംതിട്ട തുടങ്ങി അങ്ങ് വടക്കോട്ട് കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിൽ നിന്നും ധാരാളം ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ജീവൻ മരണ സമരമാണ് അല്ലേ? അതെ. മറ്റൊരു വഴിയില്ല നമ്മുടെ മുമ്പിൽ. ഒരു വഴിയില്ല, ഒരു നിവൃത്തിയില്ല, എല്ലാം പെട്ടിരിക്കുക. എന്തുകൊണ്ടാണ് അധികൃതർ നിങ്ങൾ ഇങ്ങനെ കൈയൊഴിയുന്ന? നേരത്തെ ഒരുപാട് സമരങ്ങൾ കണ്ടതാണ് നമ്മൾ. ഇവരെ കണ്ടിട്ടും ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ. ഇത്ര നാളായിട്ട് നമ്മളെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ആരും അതിനൊന്നും റെസ്പോൺസ് തരുന്നില്ലല്ലോ. ഇന്നത്തെ സമരത്തിന്റെ പ്രത്യേകത ഈ ആളുകളെയൊക്കെ കണ്ടാൽ നമ്മളെല്ലാവരും കരുതും ആരോഗ്യ സംവിധാനം ആകെ താറുമാറാക്കിയിട്ടാണ് ഇവർ വരുന്നത് എന്ന്. അതല്ല, ആശുപത്രികൾ നടന്നു പോകാനുള്ള സ്റ്റാഫിനെ അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ചെറിയ വിഭാഗം ആളുകൾ മാത്രമാണ് ഇവിടേക്ക് വന്നത് എന്നതുള്ളതാണ്. നിങ്ങളുടെ ആശുപത്രിക്ക് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ മൂന്നിലൊന്ന് ആളുകളെ മാത്രമേ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള അത്യാഹിതം മാത്രം. ഈ സമരം നിർണായകമാണ്. അതെ 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 അതെ. ജയിക്കാതെ വേറെ മാർഗമില്ല മുന്നിൽ. ഇല്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. ഞങ്ങൾ ഈ ജനിച്ച നാട്ടിൽ ഞങ്ങൾക്ക് മാന്യമായ ശമ്പളത്തിൽ ജീവിക്കണം. ഞങ്ങളുടെ അവകാശമാണത്. ഞങ്ങൾ ലോൺ എടുത്തും ഞങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഞങ്ങളുടെ ഈ നാട്ടിൽ ഞങ്ങൾക്ക് പോറ്റണം. മാധു, സമരം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് നടന്ന് നീങ്ങിയിട്ടുണ്ട്. നമുക്ക് സമരത്തിന്റെ മുൻഭാഗത്തേക്ക് പോകാമെന്ന് കരുതുന്നു. 100 കണക്കിന് പ്ലക്കാർഡുകളും കൊടികളുമായി തൊപ്പിയും ധരിച്ച്, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ തൊപ്പിയും ധരിച്ചാണ് ഇവരെല്ലാവരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നീങ്ങുന്നത്. ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം നഴ്സുമാർ രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ആ ബാനറിന് കീഴിൽ നിരവധി നഴ്സുമാർ അണിനിരന്നു കഴിഞ്ഞു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 1 കിലോമീറ്റർ നഴ്സുമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ വാർത്ത തന്നെയാണ്.